ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്. സൂര്യാസ്തമയത്തിന്റെ വെളിച്ചത്തിൽ ഒരു പെൺകുട്ടി കണ്ണാടി നോക്കി നിൽക്കുന്നു. പെൺകുട്ടിയുടെ പേര് തുളസി. കഥയുടെ പേര് മായക്കണ്ണാടി. അവൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. എനിക്ക് എന്താണ് കുറവ്? മറ്റുള്ളവരെല്ലാം ഇത്ര മനോഹരമാകുമ്പോൾ ഞാൻ മാത്രം എന്താ ഇങ്ങനെ? ഇത് കേട്ട് അവളുടെ അമ്മ ശാന്തമായി പറഞ്ഞു, മോളെ, സൗന്ദര്യം കാണുന്ന കണ്ണിലാണ് മായം. നീ നിന്റെ കണ്ണുകൾ കൊണ്ട് നിന്നെ കാണുമ്പോൾ മാത്രമേ യഥാർത്ഥ സൗന്ദര്യം കാണാനാകൂ. ഇത് കേട്ട് അവൾ ഒന്ന് ചിരിച്ചു. പക്ഷേ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഒരു ദിവസം രാവിലെ ഗ്രാമത്തിൽ ഒരു പഴയ കച്ചവടക്കാരൻ വന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇതൊരു മായക്കണ്ണാടിയാണ്. ഇതിൽ കാണുന്ന പ്രതിബിംബം നിന്റെ മനസ്സുപോലെ തന്നെയായിരിക്കും. ഇത് കേട്ട് അവളൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആദ്യമായി നോക്കിയപ്പോൾ കണ്ണാടിയിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞത് മങ്ങിയ മുഖം, ഭയം, നിരാശ എന്നിവയാണ്. അവൾ നിശബ്ദമായി പറഞ്ഞു, അത് ശരി, ഞാൻ തന്നെയാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. പിന്നീട് ഓരോ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ നിന്നും തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൾ നന്ദി പറയാൻ തുടങ്ങി. ഞാൻ നല്ലവളാണ്, ഞാൻ ശ്രമിക്കുന്നു, എനിക്ക് കഴിയും. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ അവൾ വീണ്ടും മായക്കണ്ണാടിയിൽ നോക്കി. ഈ പ്രാവശ്യം അവിടെ തെളിഞ്ഞത് ഒരു ചിരിയുടെ മുഖം, തിളങ്ങുന്ന കണ്ണുകൾ, ആത്മവിശ്വാസമുള്ള യുവതി. അവൾ ചിരിച്ചു പറഞ്ഞു, മാറിയത് ഞാനല്ല, ഞാൻ എന്നെ കാണുന്ന കാഴ്ചയാണ്. ഗുണപാഠം: യഥാർത്ഥ മായം കണ്ണാടിയിലല്ല, നിന്റെ മനസ്സിലാണ്. നീ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ലോകം തന്നെ മാറിപ്പോകും.